അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറ ടോക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളും നിറഞ്ഞതാണ് അല്ലേ? ഇതിലൊന്നും ഒരു ചെറിയ ഒരു പിഴവ് പോലും സംഭവിക്കാതെ കൃത്യമായ ഒരു നിയമത്തിന് കീഴിൽ ഇത് എങ്ങനെ ചലിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തി ആരാണ്? അല്ലാഹു എന്ന സർവശക്തനായ സൃഷ്ടാവിനെ കുറിച്ചിട്ടും മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചിട്ടും ചിന്തിപ്പിക്കുന്ന ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ലോകത്തോട് യാദൃശ്ചികമായിട്ട് തന്നെ ഒന്നും ഉണ്ടാകില്ല. ഒരു ചെറിയ മൊബൈൽ ഫോൺ ഉണ്ടാകാൻ പോലും ഒരു ഡിസൈനറും നിർമ്മാതാവും ആവശ്യമാണെങ്കിൽ ഇത്രയും സങ്കീർണമായ മനുഷ്യ ശരീരവും അതിലും വലിയ ഈ പ്രപഞ്ചവും തനിയെ ആയതാണെന്ന് ബുദ്ധിയുള്ള ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത് അവർ യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ, അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ എന്നാണ്. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ചുറ്റുമുള്ള ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളിലും അള്ളാഹുവിൻ്റെ അസ്തിത്വം കാണാൻ കഴിയും. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ചുറ്റുമുള്ള ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളിലും അള്ളാഹുവിൻ്റെ അസ്തിത്വം കാണാൻ കഴിയും. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത് ആർക്കെങ്കിലും അറിയോ? മനുഷ്യർ തിരക്കിട്ട് ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ ജീവിതം വെറും ഒരു ആസ്വാദനം മാത്രമായിട്ട് കാണരുത്. ജനനം മുതൽ മരണം വരെയുള്ള ഒരു ചെറിയ കാലഘട്ടമല്ല മനുഷ്യജീവിതം. നമ്മൾ പലപ്പോഴും ദുനിയാവിലെ താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മറന്നു പോകുന്നു. അല്ലാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുന്നുണ്ട്, മനുഷ്യരെയും ജിന്നുകളെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന്. ആരാധന എന്നാൽ കേവലം പ്രാർത്ഥനകൾ മാത്രമാണോ? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കലും അവൻ്റെ സൃഷ്ടികളോട് കരുണ കാണിക്കലുമാണ് അള്ളാഹുവിനോടുള്ള ആരാധന. പരലോകവും അതിൻ്റെ വിചാരണയും അതിനെക്കുറിച്ചിട്ട് ഇപ്പോഴത്തെ മനുഷ്യർ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ? നിത്യവും നമ്മൾ ന്യൂസിലും ഒക്കെ കാണുന്നത് പല പല കൊല്ലലും പീഡനങ്ങളും ഒക്കെയാണ്. പരലോകത്തെയും വിചാരണയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ദുനിയാവ് ഒരു പരീക്ഷണശാല മാത്രമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. അതാണ് പരലോകം എന്നത്. നന്മ ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് ശിക്ഷയും ലഭിക്കുന്ന നീതിയുടെ ദിവസം. ഇഹലോക ജീവിതം ശാശ്വതമല്ല എന്ന ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. മരണത്തോടെ എല്ലാം തീരുന്നില്ല, മറിച്ച് യഥാർത്ഥ ജീവിതം അവിടെ തുടങ്ങുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ തിരിച്ചറിയുകയും അവൻ്റെ മാർഗത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അള്ളാഹു നമ്മയെല്ലാം നേർവഴിയിൽ നയിക്കുമാറാകട്ടെ. നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാറുണ്ട്. ഈ ഒരു നിമിഷം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ കാണുന്ന ഭൂമിയും സൂര്യനും ചന്ദ്രനുമെല്ലാം ബഹിരാകാശത്ത് ഒരു താങ്ങുമില്ലാതെ എങ്ങനെയാണ്
കൃത്യമായ ഭ്രമണപഥത്തിൽ ചലിക്കുന്നത്. ഭൂമി സൂര്യനോട് അല്പം കൂടി അടുത്തതായിരുന്നെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകുമായിരുന്നു. അല്പം അകലെയായിരുന്നെങ്കിൽ മരവിച്ചു പോകുമായിരുന്നു. ആരാണ് ഈ പ്രപഞ്ചത്തെ ഇത്ര കൃത്യമായി ബാലൻസ് ചെയ്യുന്നത്? ശാസ്ത്രം ഇതിനെ പ്രകൃതി നിയമം എന്ന് വിളിക്കുമ്പോൾ സത്യവിശ്വാസികൾ ഇതിനെ അള്ളാഹുവിൻ്റെ അത്ഭുത സൃഷ്ടിപ്പ് എന്ന് വിളിക്കുന്നു. ഇന്ന് ഈ ഒരു കാര്യം നമ്മൾ ഒന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിലൊരു ഉത്തരം നമ്മൾ കണ്ടെത്തണം. അതിൻ്റെ അവസാനം എത്തുന്നത് അള്ളാഹുവിലേക്കായിരിക്കണം. ഇന്നത്തെ തലമുറക്ക് കാര്യങ്ങൾ യുക്തിസഹമായി കേൾക്കാനാണ് താല്പര്യം. അതുകൊണ്ട് ശാസ്ത്രീയമായ ചില ഉദാഹരണങ്ങൾ വെച്ച് അള്ളാഹുവിൻ്റെ അസ്തിത്വം നമുക്കൊന്ന് വിശദീകരിക്കാം. നമ്മുടെ കൈപ്പത്തിയിലെ വിരലടയാളം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ദുനിയാവിൽ ഇന്ന് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാളുടെ വിരലടയാളം മറ്റൊരാളുടേതായി ഒത്തുപോവില്ല. ഓരോ മനുഷ്യനെയും അത്രമേൽ സൂക്ഷ്മമായി ഡിസൈൻ ചെയ്ത ഒരു സൃഷ്ടാവുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലെ 30-ാം വചനത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും പിന്നീട് നമ്മളവയെ വേർപെടുത്തുകയുണ്ടായതാണെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ? ശാസ്ത്രം കോടാനുകോടി രൂപ ചെലവഴിച്ച് ഇന്ന് കണ്ടെത്തുന്ന കാര്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ അത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വാക്കുകൾ ആയതുകൊണ്ട് മാത്രമാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ജനിക്കുക, പഠിക്കുക, ഒരു ജോലി വാങ്ങുക, വീട് വെക്കുക, കല്യാണം കഴിക്കുക, കുട്ടികൾ ഉണ്ടാകുക, ഒടുവിൽ മരിക്കുക, ഇതാണ് ജീവിതം എന്നാണ്. എന്നാൽ മൃഗങ്ങളും ഏറെക്കുറെ ഇതുതന്നെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ ബുദ്ധി തന്നു. അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ നമ്മൾ വെറുതെ കളിയാക്കി സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കരുതിയിരിക്കുകയാണോ? എന്നാൽ തെറ്റി. സൂറത്തുൽ മുഅ്മിനൂനിൽ ഈ ജീവിതം ഒരു പരീക്ഷ മാത്രമാണ് കൂട്ടുകാരെ. പരീക്ഷാ ഹാളിലിരിക്കുന്ന വിദ്യാർത്ഥിക്ക് അവിടെയുള്ള ഫാനും എസിയും ബെഞ്ചുമൊക്കെ താൽക്കാലിക സൗകര്യങ്ങൾ മാത്രമാണ്. അവൻ്റെ ലക്ഷ്യം പരീക്ഷ നന്നായി എഴുതുക എന്താണ് നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അറിയുക. അതുപോലെയാണ് ദുനിയാവിലെ നമ്മുടെ ജീവിതം. നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും രേഖപ്പെടുത്താൻ അള്ളാഹു മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ വാക്കുപോലും വിട്ടുപോകാതെ നാളെ പരലോകത്ത് നമ്മുടെ കർമ്മപുസ്തകം നമ്മുടെ കൈകളിൽ തരും. അന്ന് റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലും നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം നമ്മൾ അന്ന് അറിഞ്ഞിരിക്കും. എങ്കിലും അള്ളാഹു റഹ്മാനും റഹീമുമാണ്, പരമകാരുണ്യകനും കരുണാനിധിയും. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്താപിച്ചിട്ട് തൗബ ചെയ്ത് മടങ്ങി വന്നാൽ അവൻ പൊറുത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണത്തിൻ്റെ തൊണ്ടക്കുഴിയിൽ ജീവൻ എത്തുന്നത് വരെ നമുക്ക് തൗബ ചെയ്യാനുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ആ റബ്ബ്. എന്നിട്ടും ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വെറുമൊരു അറിവായിട്ട് മാത്രം നമ്മുടെ മനസ്സിൽ അവശേഷിക്കരുത്. ഈ ദുനിയാവിലെ തിരക്കുകൾക്കിടയിൽ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ റബ്ബിനെ ഓർക്കാൻ നമുക്ക് സമയമില്ലാതെ പോകരുത്. മരണമെന്ന യാഥാർത്ഥ്യം എപ്പോഴാണ് നമ്മെ തേടിയെത്തുക എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിലേക്ക് മടങ്ങാൻ ഇനിയൊരു നാളേക്ക് മാറ്റിവെക്കരുത്. കാരണം നാളെ എന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരില്ല. അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശ്വാസികളെ, അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ കീഴടങ്ങാൻ സമയമായില്ലേ? നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹുവിൻ്റെ ഓർമ്മകൾ കൊണ്ട് ജീവസുറ്റതാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു നമ്മുടെ മുൻകാല പാപങ്ങളൊക്കെ പൊറുത്തു തരുകയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ.
ഈ വീഡിയോ നിങ്ങളിൽ ചെറിയൊരു ചിന്തയെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാകാൻ വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. സോറ ടോക്സ് എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ലൊരു ചിന്തയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അള്ളാഹുവിൻ്റെ കാവൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.